കത്തോലിക്ക സഭ ഇടത്തോട്ടോ. സഭയുടേതായി 2 ബിഷപ്പുമാരുടെ വാക്കുകളാണ് ഈ സൂചനയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഇന്നലെ പറഞ്ഞത് ക്രൈസ്തവ സഭകൾ ഉന്നയിച്ച വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ അനുഭാവപൂർവമായ നടപടി സ്വീകരിച്ചെന്നും ഭിന്നശേഷി അധ്യാപക നിയമനമടക്കം നടപ്പായി എന്നുമാണ്. ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ വിദേശ സംഭാവനകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനായി കൊണ്ടുവന്ന ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ഭേദഗതി അതിനെയും ശക്തമായി തന്നെ അദ്ദേഹം എതിർത്തു. എന്തായാലും അദ്ദേഹത്തിന്റെ തോമസ് തറയിൽ പിതാവിന്റെ വാക്കുകൾ ഞങ്ങൾ ഉന്നയിച്ച ചില പ്രശ്നങ്ങളിൽ ഗവൺമെൻറ് നടപടികൾ എടുത്തിട്ടുണ്ട്. അത് കുറേയൊക്കെ നമുക്ക് നിയമനങ്ങളൊക്കെ കുറേ പാസ്സായി വരുന്നുണ്ട്. അതിന് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. നമ്മൾ സഭയുടെ ഒരു ദൗത്യം എപ്പോഴും മനസാക്ഷി രൂപീകരണത്തിലാണ്. അതായത് ശരിയായ രീതിയിൽ തീരുമാനമെടുക്കാൻ വിശ്വാസികളെ പ്രാപ്തരാക്കുക എന്നുള്ള രീതിയിലുള്ളൊരു വിശ്വാസ പരിശീലനവും മനസാക്ഷി രൂപീകരണമാണ് നമ്മൾ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് അത് വിലയിരുത്താനായിട്ട് സാധിക്കും. നമ്മുടെ കേരളം പോലെ വളരെ സാക്ഷരതയുള്ള ഒരു നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ വിലയിരുത്തി സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അവർക്ക് സാധിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ജനപ്രതിനിധികളുമായിട്ട് നമ്മുടെ കേരളത്തിലെ MP-മാരുമായിട്ട് സംസാരിക്കാനായിട്ടിടയായി. പക്ഷേ എല്ലാവരും പറഞ്ഞ ഒരു കാര്യം, അവരാരും ഇപ്പോൾ പാർലമെൻറ്റിൽ ഇല്ല. പക്ഷേ അവരുടെ മറ്റ് ഉത്തരേന്ത്യൻ അവരുടെ സുഹൃത്തുക്കളും അതുപോലെ പാർട്ടി കൊളാബറേറ്റേഴ്സും വഴി ഇത് തീർച്ചയായിട്ടും ലോക്സഭയിൽ ഉന്നയിക്കാം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പം നിയമം അവതരിപ്പിച്ചതേ ഉള്ളൂ. അതിൻ്റെ ചർച്ചയും വോട്ടെടുപ്പും ഒക്കെ വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തെ ജനാധിപത്യ വിരുദ്ധമായ ഇതിൻ്റെ ക്ലോസുകൾ പുറത്തു വരും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അത് സമാനമായ എല്ലാ കേസുകളിലും പൊതുവെ കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ആൾ എന്ന് കണക്കാക്കിയിരുന്ന ഒരു പിതാവ് കൂടിയാണ്. രാഹുൽ ഗാന്ധിയിലാണ് ഇന്ത്യയുടെ ഭാവി എന്നൊക്കെ പറഞ്ഞ തറയിൽ പിതാവിന്റെ വാക്കുകളാണ് ഇതെന്ന് ഓർക്കണം. ഒരേ സമയം സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തുന്നതും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നതും ആയിരുന്നു എന്നതുകൂടി. ഇതിൽ പ്രധാനം കോൺഗ്രസിനെയും UDF-നെയും കുറിച്ച് മൗനം പാലിക്കുന്നുവെന്നാണ്. പൊതുവെ കോൺഗ്രസ്സുകാരുടെ വലിയ പ്രതീക്ഷ സഭയുടെ വ്യാപകമായ ഒരു പിന്തുണ ഞങ്ങൾക്കുണ്ട്, സഭാവിശ്വാസികളുടെ പിന്തുണ ഉണ്ട് എന്നൊക്കെയായിരുന്നു. പക്ഷേ എവിടെയും അങ്ങനെ ഒരു സൂചന പോലും നൽകുന്നില്ല എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് തിരിച്ചടി തന്നെയാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ BJP വിമർശനം നടത്തിയത് പിന്നീട് പണിയാവുമെന്നാലും തറയിൽ പിതാവ് തിരിച്ചറിയുകയും അദ്ദേഹം നിലപാട് ഉൾട്ട അടിക്കുകയും ഒക്കെ ചെയ്തു. അദ്ദേഹം ഒടുവിൽ FB-യിൽ ഒരു കുറിപ്പിട്ടു. FCRA ബില്ലിലെ പൗരാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാർ തിരുത്തുമെന്ന് പ്രതീക്ഷിച്ചാണെന്നും അല്ലാതെ സർക്കാരിനെ എതിർപക്ഷത്ത് നിർത്താനല്ലെന്നുമായിരുന്നു ആ വിശദീകരണം. സഭയും സമൂഹവും അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കുമ്പോൾ അതിനെ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ചില പാർട്ടികൾക്കുള്ള രാഷ്ട്രീയ പിന്തുണയായും ചിലരോടുള്ള സഭയുടെ എതിർപ്പായും ഒന്നും വ്യാഖ്യാനിക്കരുതെന്നും അദ്ദേഹം ന്യായീകരിക്കുന്നുണ്ട്. എന്നാൽ ഒന്ന് മനസ്സിലാക്കേണ്ടത്, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു സഭയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ പറയുന്ന വാക്കുകൾ ഓരോന്നും ആ തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിയെ സഹായിക്കണം, ഏത് മുന്നണിയെ എതിർക്കണം എന്നതൊക്കെ സൂചനകൾ നൽകുന്നത് തന്നെയായിരുന്നു ഇത്രയും കാലവും. ഇന്നലെ നൽകിയതും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ അതിലെ ഒരു ചെറിയ അപകടം തിരിച്ചറിഞ്ഞ് കേന്ദ്രം ഭരിക്കുന്ന BJP-യെ പിണക്കിയാൽ ഉണ്ടാകുന്ന അപകടം തിരിച്ചറിഞ്ഞാവണം അദ്ദേഹം. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല, അതിനെയൊന്നും ന്യായീകരണം അങ്ങനെയൊന്നും നിങ്ങൾ അതിനെയൊന്നും വ്യാഖ്യാനിക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയുമായി ഇന്ന് FB കുറിപ്പിട്ടിരിക്കുന്നത്. മറ്റൊന്ന് മലങ്കര ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബെസേലിയോസ് മർത്തോമ മാത്യൂസ് തൃതീയനാണ്. അദ്ദേഹം BJP നയത്തിൽ ഇരട്ടത്താപ്പ് സംശയിച്ചു തന്നെയാണ് രംഗത്ത് വന്നത്. ഈ വിദേശ ഫണ്ട് കേരളത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്നതിനെ നിയന്ത്രിക്കുന്ന ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമം സ്വാഭാവികമായും വിദേശത്ത് നിന്ന് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും മറ്റ് സഭയുടെ ആശുപത്രികളിലടക്കം പ്രവർത്തനങ്ങൾക്കും നിരവധി പണം എത്തുന്നതാണ്. ആ പണത്തെ തടയുന്നതാണ് എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നു. മറ്റൊന്ന് അഭിപ്രായം പറഞ്ഞ ഒരാൾ കോഴിക്കോട് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലായിരുന്നു. വർഗീസ് ചക്കാലക്കൽ പ്രധാനമായും കുറെ കൂടി തെളിച്ചാണ് പറഞ്ഞതെന്ന് പറയാം. CPM BJP ഡീൽ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് താൻ കരുതുന്നില്ലെന്നും രാഷ്ട്രീയക്കാർ പാലം വലിക്കുന്നവരാകരുത്, പാലം പണിയുന്നവരാകണമെന്നും കൂടിയാണ് പറഞ്ഞു വെച്ചത്. സ്വാഭാവികമായും അത് ഇടതനുകൂലമായ ഒരു പ്രസ്താവനയായി തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ FCRA ബില്ലിൽ നിലപാട് പറഞ്ഞ മറ്റൊരാൾ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്താണ്. FCRA ബിൽ പൗരാവകാശത്തിനെതിരാണെന്നും ക്രൈസ്തവ സമൂഹത്തിന് ബില്ലിൽ ആശങ്കയുണ്ടെന്നും സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വിദേശത്തു നിന്ന് സഹായം ലഭിക്കുന്നുണ്ട്, അത് ലഭിക്കാനുള്ള അവസരം തടയുന്നതാണ് ഈ ബില്ലെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി, ആൻഡ്രൂസ് താഴത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. പുറത്തുനിന്ന് കിട്ടിയ സംഖ്യ മാത്രമല്ല, അതിന്റെ ഇരട്ടി, ഒരുപാട് ഇരട്ടി നാട്ടിൽ നിന്ന് പിരിച്ചെടുത്ത അല്ലെങ്കിൽ പള്ളിയുടെ സ്വത്തുക്കൾ തന്നെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അനാഥാലയങ്ങളും പള്ളികളും സ്കൂളുകളും ആതുര സേവന സ്ഥാനം ആശുപത്രികളും ഒക്കെ പണിതിട്ടുള്ളത്. അതിൽ കുറച്ച് പൈസ പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ FCRA ഒരുപാട് പേരുടെ FCRA ഇപ്പോൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേരുടെ.
അതിലൊരു നല്ല ശതമാനം ക്രൈസ്തവരുടെയാണ്. അപ്പോൾ പുതിയ നിയമം അനുസരിച്ച് FCRAയുടെ പെർമിഷൻ അത് റിന്യൂ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരാൾ അത് വേണ്ടാന്ന് വെച്ചു, അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്യാനുള്ള മാനദണ്ഡങ്ങളൊക്കെ ആരാണ്? മിക്കവാറും അല്ല, ഒരു ഉദ്യോഗസ്ഥരാണ് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒരു കോമ ശരി, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിലാണ് പലപ്പോഴും FCRA ക്യാൻസൽ ചെയ്യുന്നത് അല്ലെങ്കിൽ റിന്യൂ ചെയ്യാത്തത്. അങ്ങനെയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ FCRA റിന്യൂ ചെയ്യാൻ എന്തായാലും ഈ സഭയുടെ തലവന്മാരൊക്കെ ഈ തരത്തിൽ അവരുടെ രാഷ്ട്രീയ നിലപാടുകളൊക്കെ കൂടിയാണ് വെളിപ്പെടുത്തുന്നത്. സഭയുടെ നിലപാടുകളിൽ നിന്ന് പ്രധാനമായും നമുക്ക് അതിനെ 3 തലത്തിലാണ് കാണാൻ കഴിയുന്നത്. ഒന്ന്, സംസ്ഥാന സർക്കാരിന് പ്രശംസ തന്നെയാണ് ഈ നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നത്. കത്തോലിക്ക സഭയ്ക്ക് സംസ്ഥാന സർക്കാരിനോട് ഏതെങ്കിലും തരത്തിൽ എതിർപ്പില്ല എന്നത് പറയുന്നു. 2, അവർക്ക് കേന്ദ്ര സർക്കാരിന് എതിരാണെന്ന് ആദ്യം പറയുകയും പിന്നീട് അത് പിൻവലിക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ അതൊക്കെ പിൻവലിച്ചാലും എന്തുകൊണ്ടാണ് അങ്ങനെ പിൻവലിക്കേണ്ടി വന്ന സാഹചര്യം എന്നൊക്കെ ഈ പിതാക്കന്മാരൊക്കെ പലപ്പോഴും അധികാരമുള്ളവരോട് കാണിക്കുന്ന സമീപനമൊക്കെ കണ്ട വിശ്വാസികൾക്ക് നല്ല ബോധ്യം തന്നെയുണ്ട്. മൂന്നാമത്തതാണ് ഏറ്റവും പ്രധാനം, അത് UDFനെ കുറിച്ച് മൗനം പാലിക്കുന്നു എന്നുള്ളതാണ്. UDFനെ സംബന്ധിച്ച് അത് കനത്ത തിരിച്ചടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊന്ന്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായം, സംസ്ഥാന സർക്കാരിനെ അനുകൂലിക്കുകയും കേന്ദ്ര സർക്കാരിനെ എതിർക്കുകയും ചെയ്യുന്നൊരു നിലപാട്, UDFനെ കുറിച്ച് മൗനം പാലിക്കുന്ന നിലപാട് സ്വീകരിച്ചതെന്നുള്ളതാണ്. അത് സാമ്പത്തിക താല്പര്യമാണ്. എന്താണ് സഭയുടെ ഈ സാമ്പത്തിക താല്പര്യം? സംസ്ഥാന സർക്കാരിനെ അനുകൂലിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 4 വർഷമായി എയ്ഡഡ് സ്കൂളുകളിലെയും കോളേജുകളിലെയും ഒക്കെ ആ നിയമന കാര്യത്തിൽ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയായിരുന്നു. അവർക്ക് നിയമനങ്ങൾ നടത്തിയിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം സർക്കാർ വെച്ച ചില മാനദണ്ഡങ്ങൾ, അല്ലെങ്കിൽ സുപ്രീം കോടതി അടക്കം വെച്ച ചില മാനദണ്ഡങ്ങൾ പാലിക്കാൻ, ഭിന്നശേഷിക്കാരുടെ നിയമനം, അതോടൊപ്പം തന്നെ പുറത്തു പോകുന്ന അധ്യാപകരുടെ 1:1 എന്ന നിയമനം, ഇതൊക്കെ അംഗീകരിക്കാതെ നിയമനം അനുവദിക്കില്ല എന്നുള്ള നിലപാടിലായിരുന്നു. പക്ഷേ ഏറ്റവും അവസാനം സർക്കാർ ഒരുമിച്ച് ഇതെല്ലാം കൂടി അംഗീകാരം നൽകി. കേരളത്തിലെ ആകെ, ഇതിനാണ് ഇതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രം, കേരളത്തിലെ ആകെ എയ്ഡഡ് സ്കൂളുകളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ അധ്യാപന നിയമനത്തിലേക്ക് വന്ന അധ്യാപകരുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ അതിൽ പകുതിയിലേറെ സ്കൂളുകളുടെയും അധ്യാപക നിയമനത്തിൻ്റെയും ആനുകൂല്യം ലഭിക്കുന്നത് ഈ സഭകൾക്കാണ്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്കാണ്. കേരളത്തിൽ മറ്റേത് സംഘടനയ്ക്കും മതസംഘടനയ്ക്കും ഉള്ളതിനേക്കാൾ, അല്ലെങ്കിൽ കൂട്ടത്തോടെ സ്കൂളുകളുള്ള ഏത് മാനേജ്മെൻ്റ് ഉള്ളതിനേക്കാൾ കൂടുതൽ സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ ഉള്ളതും കൂടുതൽ നിയമനങ്ങൾ നടത്തുന്നതും സഭയാണ്. അതുകൊണ്ട് തന്നെ സഭയ്ക്ക് ഒറ്റയടിക്ക് 2000-3000 ആളുകളെയൊക്കെ നിയമിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഒരു സാമ്പത്തിക താല്പര്യം. മറ്റൊരു സാമ്പത്തിക താല്പര്യമാണ് വിദേശത്ത് നിന്ന് ഫണ്ട് വരുന്നതിനെ തടയുന്ന ഒരു നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശ ഫണ്ട് എത്തുന്നത് സഭകൾക്കാണ്. കത്തോലിക്ക സഭയ്ക്കൊക്കെ അങ്ങനെ വ്യാപകമായി ഫണ്ട് എത്താറുണ്ട്. ആ ഫണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്, അല്ലാതെ ഏതെങ്കിലും നാടിൻ്റെ മോശം കാര്യത്തിനോ എന്നും ഉപയോഗിക്കുന്ന ഇതുവരെയും അങ്ങനത്തെ ഒരു വലിയ ആരോപണങ്ങളൊന്നുമില്ല. സ്വാഭാവികമായും സഭയുടെ പ്രവർത്തനങ്ങളും സഭയുടെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നതിൽ ഈ ഫണ്ടിന് വലിയ പൂർണ്ണമായും ചാരിറ്റിയാണോ സഭയുടെ പ്രവർത്തനമാണോ എന്നൊക്കെ മറ്റൊരു ചോദ്യം. പക്ഷേ എന്തായാലും നാടിന് എതിരായി, വികസനത്തിനോ അല്ലെങ്കിൽ നാടിനെതിരായോ ഈ ഫണ്ട് ഉപയോഗിക്കുന്നില്ല. അതിന് തടസ്സം നേരിടുന്നത് ഇങ്ങനെ 2 സാമ്പത്തിക താല്പര്യങ്ങളാണ്. ഈ വിഷയത്തിൽ ഇങ്ങനെ അഭിപ്രായം പറയാൻ അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് ചോദിച്ചാൽ ഡയറക്റ്റായിട്ട് പൊളിറ്റിക്സിന് അപ്പുറത്തേക്കുള്ള താല്പര്യം എന്നുകൂടി പറയേണ്ടി വരും. മൂന്നാമത്താണ് ഏറ്റവും പ്രധാനം, അത് സഭാ നേതാക്കളുടെ നിലപാട് സഭാംഗങ്ങൾ അംഗീകരിക്കുമോ എന്നുള്ളതാണ്. പൊതുവെ സമുദായ നേതാക്കളോ സഭാ നേതാക്കളോ ഒക്കെ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് ആ സമുദായത്തിൻ്റെ, ആ സഭയുടെ ഒരു പൊതുവികാരമായി മാറിയാൽ, ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്, എന്ന് പറയുന്ന ഒരു സമുദായത്തിന് ആ സർക്കാരിൽ നിന്ന് കടുത്ത അനീതി നേരിട്ടു, ആ സമുദായത്തിന് ആകെ അങ്ങനെ ഒരു വികാരമുണ്ടെങ്കിൽ ഈ സമുദായ നേതാക്കൾ പറയുന്നതനുസരിച്ച് ചിലപ്പോൾ ആ സമുദായത്തിലെ അംഗങ്ങൾ വോട്ട് ചെയ്തെന്നിരിക്കും. പക്ഷേ അങ്ങനെ ഒന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിൽ ഈ സാമ്പത്തിക താല്പര്യം സഭയുടെ പിതാക്കന്മാരെ സംബന്ധിച്ചുള്ള താല്പര്യമാണ്, സഭയിലെ സാധാരണ അംഗങ്ങളെ സംബന്ധിച്ചുള്ള താല്പര്യമല്ല. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അതിനി സഭ പറഞ്ഞാലും NSS പറഞ്ഞാലും SNDP പറഞ്ഞാലും മറ്റേതെങ്കിലുമൊക്കെ സംഘടനകൾ പറഞ്ഞാലും ഒക്കെ അവിടെ ആളുകൾ നിലപാടെടുക്കുന്നത് അവരുടെ രാഷ്ട്രീയ വിശ്വാസങ്ങൾക്കനുസരിച്ചാവും. ഈ സഭയുടെ നിലപാട് സഭാംഗങ്ങളുടെ കൂടി നിലപാടാകുമോ, അതോ സഭാംഗങ്ങൾക്ക് മറിച്ചാണോ നിലപാട് എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് വോട്ടെണ്ണും വരെ കാത്തിരിക്കേണ്ടിയും വരും. ഇനി നമ്മൾ അടുത്തത് നായകരുടെ നാളെ എന്ന പങ്ക്തിയിലേക്കാണ്. നായകരുടെ നാളെ പങ്ക്തിയിൽ ആദ്യ ദിവസം നമ്മൾ പരിശോധിച്ചത് പിണറായി വിജയനാണ്, രണ്ടാമത്തെ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്, മൂന്നാമത്തെ ദിവസം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്, പിന്നീട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ്. ഇന്നിപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് MV ഗോവിന്ദനാണ്, CPM സംസ്ഥാന സെക്രട്ടറി. ഈ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെയും ഈ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട്, തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഭാവി എന്താവും, പല സാധ്യതകളാണ് മുന്നിലുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.